2014 മാർച്ച് 8 ഏവിയേഷൻ ചരിത്രത്തിലെ മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു. 239 യാത്രക്കാരുമായി പറന്നുയർന്ന വിമാനം എവിടെ പോയെന്നോ അതിനെന്ത് സംഭവിച്ചുവെന്നോ ആരാണ് അതിന്റെ പിന്നിലെന്നോ യാതൊരു വിവരവും ഇല്ലായിരുന്നു. മലേഷ്യയിൽ നിന്നും പറന്നുയർന്നിട്ട് 10 വർഷം പിന്നിടുമ്പോൾ ഈ വിമാനവുമായി ബന്ധപ്പെട്ട ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥ വിവരങ്ങൾ മലേഷ്യൻ ഗവൺമെന്റ് ഒളിപ്പിച്ചു വയ്ക്കുന്നതോ അതോ മറ്റേതെങ്കിലും കാരണമാണോ? ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലേഷ്യൻ വിമാനമായ MH370 വിമാനത്തിന്റെ തിരോധാനത്തെ കുറിച്ചാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും വിമാനയാത്ര നടത്താറുണ്ട്. ഓരോ ദിവസവും ഏതാണ്ട് 65 ലക്ഷം പേരെങ്കിലും വിമാനത്തിൽ യാത്ര ചെയ്യുന്നു എന്നതാണ് ഏകദേശ കണക്ക്. നമ്മളിൽ പലരും പല ആവശ്യങ്ങൾക്കായി വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ളവരായിരിക്കാം. വിമാനത്തിന്റെ ടേക്ക് ഓഫ് സമയത്തും ലാൻഡിംഗ് സമയത്തുമൊക്കെ ചെറിയ ചെറിയ ടർബുലൻസ് ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഏറെക്കുറെ വിമാനങ്ങളും സുരക്ഷിതമായി തന്നെയാണ് ലാൻഡ് ചെയ്തിട്ടുണ്ടാവുക. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന നിമിഷം മുതൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സീറ്റ് ബെൽറ്റുകൾ ഒന്നുകൂടി മുറുക്കി അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് മനസ്സിലെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കും. വിമാനം ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ താഴെ എത്തുന്നതുവരെ പുറം ലോകവും ആ വിമാനവും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് പൈലറ്റും എയർ ട്രാഫിക് കൺട്രോളുമായി നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. 2014 മാർച്ച് 8 അർദ്ധരാത്രി 12 മണി മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്നും ചൈനയിലെ ബീജിംഗിലേക്ക് പറന്നുയരാൻ തയ്യാറെടുക്കുകയാണ് മലേഷ്യൻ വിമാനമായ MH370. 227 യാത്രക്കാരും 10 ഫ്ലൈറ്റ് അറ്റൻഡേഴ്സും 2 പൈലറ്റുമാരും അങ്ങനെ ആകെ 239 പേർ. മലേഷ്യൻ പ്രാദേശിക സമയം പുലർച്ചെ 12:42 വിമാനം എയർപോർട്ടിലെ 32R എന്ന റൺവേയിൽ നിന്നും മുന്നോട്ട് നീങ്ങി. ക്യാപ്റ്റൻ സഹാരി അഹമ്മദ് ഷാ സാധാരണ പോലെ എയർ ട്രാഫിക് കൺട്രോളുമായി ആശയവിനിമയം നടത്തി വിമാനം പറന്നു പോകുവാനുള്ള അനുമതിയും വാങ്ങി. അങ്ങനെ ചൈനയിലെ ബീജിംഗ് കേന്ദ്രമാക്കി വിമാനം യാത്ര ആരംഭിച്ചു. ആ വിമാനത്തിലെ ക്യാപ്റ്റനായ സഹാരി അഹമ്മദ് ഷായ്ക്ക് 30 വർഷത്തെ സർവീസും 18,000 ഫ്ലൈയിങ് അവേഴ്സിന്റെ പരിചയ സമ്പത്തും ഉണ്ടായിരുന്നു. മണിക്കൂറുകൾ ദൈർഘ്യമുള്ള ആ യാത്രയ്ക്ക് വേണ്ടി വിമാനത്തിൽ 49 മെട്രിക് ടൺ ഏവിയേഷൻ ഫ്യുവലും ഉണ്ടായിരുന്നു. യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ തെളിഞ്ഞ ആകാശത്തിലൂടെ MH370 ലക്ഷ്യസ്ഥാനമായ ബീജിംഗിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഏറെക്കുറെ ശാന്തതയുടെ യാത്ര തുടർന്ന് 20 മിനിറ്റുകൾ പിന്നിട്ട് 1 മണിയും 8 മിനിറ്റും. ആ സമയം വിമാനം 35,000 അടി ഉയരത്തിൽ മലേഷ്യൻ എയർലൈൻസ് ക്രോസ് ചെയ്ത് സൗത്ത് ചൈന സീക്ക് മുകളിലൂടെ വിയറ്റ്നാം ദിശയിലേക്ക് പറക്കുവാൻ തുടങ്ങി. ആ സമയത്ത് ക്യാപ്റ്റൻ സഹാരി ലംബൂർ റഡാറിന് കൊടുത്ത സന്ദേശം ഇതായിരുന്നു: മലേഷ്യൻ 370 മെയിൻറ്റെയിനിങ് ലെവൽ 350. തന്റെ വിമാനത്തിന്റെ ഓൾട്ടിറ്റ്യൂഡ്, അതായത് പറക്കുന്ന ഉയരം 35,000 അടി എന്നായിരുന്നു അദ്ദേഹം കൊടുത്ത സന്ദേശം. ഈ സന്ദേശം അയച്ച് കൃത്യം 11 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, അതായത് മലേഷ്യൻ സമയം 1 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയപ്പോൾ വിമാനം വിയറ്റ്നാം എയർ ട്രാഫിക് കൺട്രോളിലേക്ക് കടക്കുന്നു. അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ലംബൂർ ഏരിയ റഡാർ സെന്ററിൽ നിന്നും MH370 കോക്പിറ്റിലേക്ക് ഒരു സന്ദേശം ചെയ്യുന്നു: മലേഷ്യൻ 370 കോൺടാക്ട് ഹോച്ചിമിൻ 120.9 ഗുഡ് നൈറ്റ്. ഉടനെ തന്നെ MH370 ക്യാപ്റ്റനായ സഹാരി അഹമ്മദ് ഷായുടെ മറുപടിയും എത്തി: ഗുഡ് നൈറ്റ് മലേഷ്യൻ 370. ഇതായിരുന്നു MH370 നിന്നും പുറം ലോകത്തേക്കുള്ള അവസാനത്തെ സംസാരം. പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത്. റഡാറുകളിൽ നിന്നെല്ലാം MH370 എന്ന വിമാനം അപ്രത്യക്ഷമാകുന്നു. ഈ വിവരം ഹോച്ചിമിൻ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും കോലാലംപൂർ എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിക്കുന്നു. ടെക്നിക്കൽ എറർ ആയിരിക്കാം എന്ന് വിശ്വസിച്ചുകൊണ്ട് കോലാലംപൂർ എയർ ട്രാഫിക് കൺട്രോൾ കാത്തിരിപ്പ് തുടർന്നു. മണിക്കൂറുകൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. പുലർച്ചെ 6:30 ബീജിംഗിലെ വിമാനത്താവളത്തിലേക്ക് MH370 എത്തേണ്ട സമയം. എത്രയൊക്കെ കാത്തിരിപ്പ് തുടർന്നിട്ടും MH370 എന്ന വിമാനം മാത്രം അവിടെ എത്തിച്ചേർന്നതേയില്ല. വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ യാതൊരു വിധത്തിലും അതിന് സാധിക്കുന്നില്ല. ഈ വിമാനത്തിന് എന്താണ് സംഭവിച്ചതെന്ന് യാതൊരു അറിവും ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നീട് ലോകമെമ്പാടും കാട്ടുതീ പോലെ പടർന്നത് മലേഷ്യൻ വിമാനം MH370 239 ആൾക്കാരുമായി അപ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഈ തിരോധാനം വളരെ പെട്ടെന്ന് തന്നെ ഏവിയേഷൻ മിസ്റ്ററികളൊന്നായി മാറുകയും ചെയ്തു. ഈ വിവരം ചാനലുകളിലൂടെ പുറത്തു വന്നപ്പോൾ അന്നേ ദിവസം MH370 യാത്ര ചെയ്ത 239 പേരുടെയും ഉറ്റവർ ഓരോരുത്തരായി കോലാലംപൂർ വിമാനത്താവളത്തിൽ വന്നെത്താൻ താമസിക്കാതെ ബന്ധുക്കളുടെ കരച്ചിലുകൾ കൊണ്ട് വിമാനത്താവളം വിജയമാക്കി. പിന്നീടാണ് ഏവിയേഷൻ ചരിത്രത്തിലെ ഏറ്റവും എക്സ്പെൻസീവായ തിരച്ചിൽ നടക്കുന്നത്. ആദ്യം തന്നെ റഡാറിൽ ഏറ്റവും അവസാനം മലേഷ്യൻ വിമാനത്തെ കണ്ട സൗത്ത് ചൈന സീയുടെ ഭാഗത്തേക്ക് തിരച്ചിൽ നടത്തുകയാണ്. 7 രാജ്യങ്ങൾ മലേഷ്യയോടൊപ്പം ചേർന്ന് നിന്ന് ആ തിരച്ചിലിൽ പങ്കാളികളായി.
അങ്ങനെ 34 കപ്പലുകൾ 28ഓളം വിമാനങ്ങളുമായി തിരച്ചിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ എത്രയൊക്കെ തിരഞ്ഞിട്ടും മലേഷ്യൻ വിമാനത്തിന്റെ ഒരു പൊടി പോലും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലേഷ്യയുടെ മിലിറ്ററി റഡാറിൽ നിന്നും ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. സിവിലിയൻ റഡാറിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ മിലിറ്ററി റഡാറിൽ നിന്നും ലഭിക്കാറുണ്ട്. ആ വിവരപ്രകാരം നോക്കുകയാണെങ്കിൽ വിമാനം അതിന്റെ പകുതി യാത്രയിൽ വെച്ച് ഒരു യു-ടേൺ എടുക്കുകയും വീണ്ടും മലേഷ്യയുടെ ഭാഗത്തേക്ക് തന്നെ സഞ്ചരിക്കുകയും മലേഷ്യയിൽപ്പെട്ട പെനഗ് എന്ന ദ്വീപിനോട് ചേർന്ന് അത് വീണ്ടും തിരിഞ്ഞ് ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളുടെ ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്കും ഈ വിമാനം സഞ്ചരിച്ചിട്ടുണ്ട്. വിമാനത്തിന് പിന്നീട് അങ്ങോട്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നോ ഏത് ഭാഗത്തേക്കാണ് പിന്നീട് പോയതെന്നോ ഉള്ള യാതൊരു അറിവും അവർക്ക് ലഭിച്ചില്ല. മിലിറ്ററി റഡാറിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾക്കനുസരിച്ച് ബേ ഓഫ് ബംഗാളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങൾക്ക് ചുറ്റുമെല്ലാം ശക്തമായ തിരച്ചിലുകൾ നടക്കുകയാണ്. ഏതൊരു തരത്തിലുമുള്ള വിവരങ്ങളോ മലേഷ്യൻ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളോ ഒന്നും തന്നെ കിട്ടാത്ത അവസ്ഥയിൽ ആ അന്വേഷണ സംഘം വലിയൊരു നിരാശയിലേക്ക് മാറുകയാണ്. അതിനുശേഷം അടുത്ത തെളിവുകൾ ലഭിക്കുന്നത് ബഹിരാകാശത്തു നിന്നുമാണ്. ഡിഫൻസ് റഡാറിന്റെ പരിധിയിൽ നിന്ന് പോയിട്ടും MH370 വിമാനം അതിന്റെ സമ്പർക്കം അവസാനിപ്പിച്ചിരുന്നില്ല. അവസാനമായി ഹാർട്ട് ബീറ്റ് എന്ന് വിളിക്കുന്ന സിഗ്നൽ ഇന്ത്യൻ സമുദ്രത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഉപഗ്രഹത്തിന് കൈമാറിയിരുന്നു. പഠനങ്ങൾക്കൊടുവിൽ രാത്രി 2 മണി കഴിഞ്ഞ് 28 മിനിറ്റ് മുതൽ രാവിലെ 8 മണി കഴിഞ്ഞ് 19 മിനിറ്റ് വരെ ആകെ 7 തവണയാണ് ഈ വിമാനം സാറ്റലൈറ്റുമായി പിങ് ചെയ്തത്. ഈ വിവരം വളരെ നിർണായകമായിരുന്നു. അങ്ങനെ ഈ വിവരം പുറത്തു വന്നതോടുകൂടി വിമാനത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ സുമാത്രൻ ഉൾക്കടലിൽ നിന്നും 3000 മൈൽ ദൂരെ കിടക്കുന്ന സ്ഥലത്തേക്ക് മാറുന്നു. ഇതേ സമയം 22 വിമാനങ്ങളും 19 കപ്പലുകളും ഉൾപ്പെടുന്ന മറ്റൊരു സംഘം കൂടി വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കും അതിൽ അതിജീവിച്ചിട്ടുള്ള ആളുകൾക്കും വേണ്ടി ശക്തമായ തിരച്ചിൽ നടത്തുകയാണ്. അങ്ങനെ ദിവസങ്ങളും ഒരു മാസവും കടന്നുപോയി. അപ്പോഴും MH370 എന്ന വിമാനത്തെ പറ്റിയുള്ള യാതൊരു വിവരങ്ങളും അവർക്ക് ലഭിച്ചിരുന്നില്ല. ഇനി കടലിന് മുകളിൽ അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ മലേഷ്യ കടലിനടിയിൽ തിരച്ചിൽ നടത്തുവാൻ തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ്. ആഴ്ചകൾ മാസങ്ങളായും മാസങ്ങൾ വർഷങ്ങളായും മാറി. അങ്ങനെ 3 വർഷം കഴിഞ്ഞ് 2017 ആയിട്ട് പോലും ആ വിമാനത്തെ പറ്റിയുള്ള യാതൊരു വിവരവും ലഭിക്കാതെ വരികയും ചെയ്തതോടെ 2017 മലേഷ്യ MH370 എന്ന വിമാനത്തിനു വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിവെക്കുകയും ചെയ്തു. 1000 കോടി രൂപയ്ക്ക് മുകളിൽ തന്നെ ഈ തിരച്ചിലിനു വേണ്ടി അവർക്ക് ചിലവാക്കേണ്ടി വന്നിരുന്നു. ഒടുവിൽ മഡഗാസ്കർ റിയൂണിയൻ ദ്വീപുകളിൽ നിന്നും ഏതാനും വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ ലഭിക്കുകയും അത് വിശദമായി പരിശോധിച്ചു നോക്കിയപ്പോൾ അത് വിമാനത്തിന്റെ ചിറകിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുകയും അത് കാണാതായ മലേഷ്യൻ വിമാനത്തിൻ്റെതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ഇതേ സമയം സൗത്ത് ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 30ഓളം വരുന്ന ചെറുതും വലുതുമായ അവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ പഠനങ്ങൾക്ക് വിധേയമാക്കിയപ്പോൾ അതിലുള്ള ഭൂരിഭാഗം അവശിഷ്ടങ്ങളും MH370 വിമാനത്തിൻ്റെതല്ല എന്ന് തെളിയിക്കുകയും ചെയ്തു. എന്നിരുന്നാൽ പോലും 10 വർഷം പിന്നിട്ടിട്ടും MH370 വിമാനത്തിന് എന്താണ് സംഭവിച്ചതെന്നോ എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്നോ വിശ്വാസയോഗ്യമായ യാതൊരു വിവരവും ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഇപ്പോഴും MH370 കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഈ വിമാനത്തിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? എന്തിനാണ് ഈ വിമാനം യു-ടേൺ എടുത്തത്? യന്ത്ര തകരാറുകൾ മൂലം അടുത്തുള്ള വിമാനത്താവളത്തിൽ ഇറക്കാൻ തീരുമാനിച്ചതോ അല്ലെങ്കിൽ ആരെങ്കിലും ഈ വിമാനത്തിനെ റാഞ്ചിക്കൊണ്ടുപോയതാകാം എന്ന സംശയവുമുണ്ടായി. യാത്രക്കാരിൽ മോഷ്ടിച്ച പാസ്പോർട്ടുമായി യാത്ര ചെയ്ത 2 പേരും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. ഇത് വിമാനം റാഞ്ചിയതാകാമെന്ന സംശയത്തിന് ഇടയാക്കി. അമേരിക്ക തായ്ലൻഡ് സംയുക്ത വ്യോമാഭ്യാസത്തിനിടെ മലേഷ്യൻ വിമാനത്തിന് അബദ്ധത്തിൽ വെടിയേറ്റതാകാം എന്ന വാദവും ഉണ്ടായി. അമേരിക്ക ഇതെല്ലാം നിഷേധിച്ചു. അവസാനം സംശയത്തിന്റെ മുന എത്തിച്ചേർന്നത് പൈലറ്റ് സഹാരി അഹമ്മദ് ഷായുടെ നേർക്കാണ്. അദ്ദേഹത്തിന്റെ കുടുംബ പ്രശ്നങ്ങളും വീട്ടിൽ നിന്നും കണ്ടെടുത്ത ഫ്ലൈറ്റ് സിമുലേറ്ററും ഇതിന് ആധാരമായി. സഹാരിക്ക് പല സ്ത്രീകളുമായി വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇതറിഞ്ഞ ഭാര്യ ഫൈസ ഖാൻ അവർ തമ്മിലുള്ള ബന്ധം വേർതിരിയാൻ തീരുമാനിച്ചിരുന്നു. സംഭവത്തിന്റെ തലേന്ന് ഭാര്യയും കുട്ടികളും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു. അതുപോലെ തന്നെ സഹാരിയുടെ വീട്ടിൽ നിന്നും സ്റ്റിമുലേറ്ററിൽ സഹാരി പരീക്ഷിച്ച ഒരു ഫ്ലൈറ്റ് പാത്ത് കണ്ടെത്തുകയും ചെയ്തു. ഇത് കാണാതായ വിമാനത്തിന്റെ വഴിയുടെ ഏറെക്കുറെ സമാനമായിരുന്നു. ഇത്രയും വലിയൊരു അപകടത്തിന് കാരണക്കാരനായത് പൈലറ്റ് മാത്രമാണോ എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. വിമാനത്തിൽ തീപിടുത്തം നടന്നിരിക്കാം. അതുകൊണ്ടാകാം അത് പകുതി വഴിയിൽ വെച്ച് യു-ടേൺ എടുത്ത് മലേഷ്യയുടെ ഭാഗത്തേക്ക് യാത്രയായത്. എന്നാൽ വഴിമധ്യേ ഓക്സിജൻ നിലയ്ക്കുകയും വിമാനത്തിലെ ആളുകൾ എല്ലാവരും ബോധരഹിതരാകുകയും ചെയ്തതുകൊണ്ടാകാം ഓട്ടോ പൈലറ്റ് മോഡിൽ ഈ വിമാനം ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒടുവിൽ ഇന്ധനം തീർന്ന് കടലിലേക്ക് പതിച്ചതുമാകാം എന്ന് കരുതുന്നവരുമുണ്ട്. MH370 വിമാനവുമായി ബന്ധപ്പെട്ട് ഏലിയനുകളാകാം ഇതിന് പുറകിലെന്നും അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്.
ഉത്തരം ഇന്നും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. MS-370 എന്ന വിമാനത്തിന് സംഭവിച്ച ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലും കുറച്ചുകൂടി നല്ല വീഡിയോകളുമായി ഇനിയും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.